presence of God through evangelist Shaji Joseph. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടന്ന ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ നിന്ന്. വെൽക്കം ടു ദ ടീച്ചിംഗ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു ദൈവപ്രവർത്തികളെ നാം തിരിച്ചറിയേണ്ടത്. കർത്താവ് പറഞ്ഞു, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ആമേൻ. അപ്പോൾ ദൈവ ആലോചനകളെ നാം തിരിച്ചറിയേണ്ടത് വചനം നോക്കി തിരിച്ചറിയണം. ദൈവ പ്രവർത്തികളെ നാം തിരിച്ചറിയേണ്ടത് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ആമേൻ. കാരണം ദൈവം ഒന്ന് റിപ്പീറ്റ് ചെയ്യാറില്ല. കിങ്ഡം ട്രെയിനിങ്. ദൈവരാജ്യം ആയിരുന്നു ഈ ഭൂമിയെ ഭരിച്ചിരുന്നത് എങ്ങനെ? ആദത്തിലൂടെ. പക്ഷെ ആദം എപ്പോൾ പിശാചിനെ അനുസരിച്ചുവോ അന്ന് പിശാച് ആദത്തിന്റെ അധികാരം ഏറ്റെടുത്തു. ഈ ഭൂമിയുടെ അധികാരം പിശാചിന്റെ കിങ്ഡത്തിനായി. കിങ്ഡം ട്രെയിനിങ്. ഈ ഭൂമി ഭരിക്കുന്നത് പിശാചിന്റെ രാജ്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. 1 യോഹന്നാൻ 5:19 പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കിങ്ഡം ട്രെയിനിങ്. ഈ ലോകം പിശാചി ഭരിക്കുകയാണ്. ദൈവം ആദത്തിന് കൊടുത്തതാണ് ഈ അധികാരം. എന്നാൽ ഈ അധികാരം ആദം നഷ്ടപ്പെടുത്തി. എപ്പോൾ? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ. കിങ്ഡം ട്രെയിനിങ്. ആദ്യ വാഗ്ദത്തം പിശാചിനുള്ളതാണ്. അതൊരു ശാപപരമായ വാഗ്ദത്തമാണ്. വാഗ്ദത്തം അനുഗ്രഹങ്ങളും ഉണ്ട്, വാഗ്ദത്ത ശാപവും ഉണ്ട്. കിങ്ഡം ട്രെയിനിങ്. ഞാൻ എൻ്റെ മകന് കൊടുത്ത രാജ്യം നീ തട്ടി. എന്നാൽ ഇതാ സ്ത്രീയുടെ സന്തതിയായി ഞാൻ തന്നെ ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. കിങ്ഡം ട്രെയിനിങ്. കർത്താവായ യേശു പിശാചിന്റെ രാജ്യം തകർത്ത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നാണ് പിതാവിന്റെ ആ വാഗ്ദത്തം. കിങ്ഡം ട്രെയിനിങ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവിന്റെ അതിശ്രേഷ്ഠമായ വചനവുമായി കടന്നു വരിക സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. അതിന്റെ ചോദ്യങ്ങൾ ഇന്ന് പ്രിയ സഹോദരൻ ഷാജി സുന്ദരൻ ചോദിക്കും. അപ്പോൾ എന്താ ഈ ക്ഷമിക്കപ്പെടാത്ത പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ക്ഷമിക്കപ്പെടാത്ത പാവം? ക്ഷമിക്കപ്പെടാത്ത പാപം നല്ലൊരു ചോദ്യമാണ്. അതിനു മുമ്പ് നമ്മളുടേതായ ബേസിക് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. 1, ഞങ്ങളെ വിശ്വസിക്കരുത്. കാരണം റോമൻസ് 3:4 പറയുന്നു, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവരെന്നേ വരൂ, ദൈവം സത്യമാണ്. അതിന്റെ അർത്ഥം ദൈവവചനമാണ് സത്യം, ദൈവമാണ് സത്യം, മറ്റൊന്നുമല്ല സത്യം. അതുകൊണ്ട് ദൈവവചനം തന്നെ നമ്മൾ വിശ്വസിക്കണം. ആമേൻ. തുടർന്ന് നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് ആ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവവചനം 2 കൊരിന്ത്യർ 13:1 അതോടൊപ്പം തന്നെ മത്തായി 18:16 ഈ ഭാഗങ്ങളിലെല്ലാം പറയുന്ന കാര്യം ഇതാണ്, 2 or 3 പേരുടെ സാക്ഷ്യമൊഴിയാൽ അല്ലാതെ ഒരു കാര്യം ഉറപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഏതൊരു ആലോചനയും ഉറപ്പിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് 2 അല്ലെങ്കിൽ അതിലധികമോ വാക്കുകൾ ഉണ്ടെങ്കിലേ ഉറപ്പിക്കാൻ പാടുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 പറയുകയാണ്, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അതിലൊന്നും ഇണ ഇല്ലാതെ ഇരിക്കില്ല. കിങ്ഡം ട്രെയിനിങ്. മത്തായി 12 കർത്താവ് യേശു ക്രിസ്തു ഒരു പ്രവൃത്തി ചെയ്തു. എന്താണ് ആ പ്രവൃത്തി? ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ ജനം എല്ലാം കർത്താവിന്റെ പുറകെ കൂടി. ജനം എല്ലാം കൂടി പറഞ്ഞു, ഓയോ ഇവൻ ദാവീദിന്റെ പുത്രനോ എന്നും പറഞ്ഞ് ജനം അങ്ങ് കൂടി കർത്താവിന്റെ പുറകെ കൂടി. ജനം ദൈവത്തിന്റെ പുറകെ കൂടി. ജനം ദൈവത്തിന്റെ പുറകെ കൂടിയപ്പോ അന്നത്തെ പരീശന്മാര്, അന്നത്തെ ശാസ്ത്രിമാർക്ക് ഒട്ടും പിടിച്ചില്ല. കാരണം ഇത്രയും ദിവസം ഞങ്ങളോട് കൂടെ നിന്ന് ജനം ഇപ്പോ ദൈവത്തിന്റെ കൂടെ പോയി. ദൈവമാണെന്ന് ഞങ്ങൾ നോക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരെന്താ ഉടനെ അടുത്തൊരു പ്രസംഗം ആരംഭിച്ചു. അവിടെ
ജനത്തോട് അവർ പ്രസംഗിച്ചു. ജനത്തോട് അവർ പ്രസംഗിച്ചത് എന്നാണെന്നറിയോ? ജനത്തോട് അവർ പറയുകയാണ്, യേശു ക്രിസ്തു ഈ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ്, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവർ പുറത്താക്കുന്നതെന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതുവരെയും ജനം ദൈവത്തിന്റെ പുറകെ പോകാൻ ചിന്തിച്ച ആ ജനം ഈ പ്രസംഗം വഴി അങ്ങ് തടയുകയാണ്. മനസ്സിലായി? ദൈവത്തിൽ നിന്ന് അകറ്റുകയാ. ഇതിന്റെ പേരാണ് ചിതറിക്കുന്ന മിനിസ്ട്രി. അതെ, ചിതറിക്കുന്ന മിനിസ്ട്രി. അതാരാ ചെയ്തേ? ചിതറിക്കുന്ന മിനിസ്ട്രി അന്നത്തെ ദേവദാസന്മാരാ ചെയ്തേ. ചിതറിക്കുന്ന മിനിസ്ട്രി. അപ്പോ പ്രിയരെ, നാം മനസ്സിലാക്കണം, ചിതറിക്കുന്ന മിനിസ്ട്രി ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ വളരെ ശക്തമായിട്ട് പിശാച് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. Kingdom training. എല്ലാ വാഗ്ദത്വവും പ്രാപിക്കരുത്. സെലക്റ്റീവായിട്ട് വാഗ്ദത്തെ പ്രാപിക്കാൻ പാടുള്ളൂ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം ഇതിൽ ആ വാഗ്ദത്തമുണ്ട്. അസൂയ ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെ എഴുതിയിരിക്കുന്ന രംഗം ഇതാണ്: ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ ജഡത്തിന്റെ ചിന്ത മരണം. ആ ഭാഗം ഒന്ന് വായിച്ചു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ഇനി അതിന്റെ 13-ാം വാക്യം കൂടി വായിച്ച്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. വാഗ്ദത്തം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതെ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആരോടാ പറഞ്ഞെന്നറിയാമോ? റോമാ സഭയിലെ രക്ഷിക്കപ്പെട്ടവരോട്. അതെ. അപ്പൊ പ്രിയരെ, രക്ഷിക്കപ്പെട്ടവർക്ക് വാഗ്ദത്തം, ഇങ്ങനത്തെ വാഗ്ദത്തം കൂടി ഉണ്ട്. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. സംശയമൊന്നുമില്ല. ദൈവവചനം പറയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത വാക്കുകൾ വായിക്കുക, നിശ്ചയം. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ആവശ്യമാണ്. ദൈവം മാറ്റം ആഗ്രഹിക്കുക. ആ മാറ്റത്തിൽ നമ്മൾ കടന്നു വരുവാനായിട്ട് ഇടയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് മാനസാന്തരപ്പെടുവിൻ. ആമേൻ. ആമേൻ. കൈപൊക്കാനല്ല പറഞ്ഞത്. അത് മാനസാന്തരം എന്ന് വെച്ചാൽ ഡേ ബൈ ഡേ ബൈ ഡേ ബൈ ഡേ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. എവിടെ നിന്ന് എങ്ങോട്ട്? ലോകത്തിൽ നിന്ന്, ലോക സിസ്റ്റത്തിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിലേക്ക് മാനസാന്തരം വരണം. ആത്മാവിന്റെ ഫലം നമ്മളിലൂടെ വരണം. ഗ്രൂപ്പുകളുടെ പേരല്ല കർത്താവ് ചോദിക്കുന്നത്. നീ എന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു എന്ന കർത്താവ് ചോദിക്കുന്നത്. ആമേൻ. അപ്പോൾ പ്രിയരെ, ഈ ദൈവദാസന്മാർ ഉടനെ പ്രസംഗിച്ച പ്രസംഗം നമുക്ക് വായിക്കാം. ഇത് കേട്ടിട്ട് പരീശന്മാർ, 24-ാം വാക്യം, വേദപുസ്തകം നിങ്ങളുടെ കയ്യിൽ വേണം. ഡോണ്ട് ബിലീവ് us, ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകത്തെ വിശ്വസിക്കുക. വായിച്ചാട്ടെ, മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 24, 24-ാം വാക്യം വായിച്ചാട്ടെ. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഇപ്പൊ ഇവര് എന്താ ചെയ്തതെന്നറിയാമോ? ഒരു സിമ്പിൾ പ്രസംഗമാ പ്രസംഗിച്ചേ. ജനത്തോടാ പ്രസംഗിച്ചത്. എന്തിനാ പ്രസംഗിച്ചേ? ജനം യേശുവിന്റെ പുറകെ പോകരുത്. ഇന്നൊന്ന് ചുറ്റുപാട് നോക്കിയേ. ഇതേ സ്പിരിറ്റ്, ഇതേ ഫാരിസേയ സ്പിരിറ്റ് ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇതിന് ഇവർക്കൊരു വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് കർത്താവ് നിർത്തണത്. ഇങ്ങനത്തെ ശുശ്രൂഷ ചെയ്യുന്നവർക്കൊരു വാഗ്ദത്തം പറഞ്ഞ കർത്താവ് നിർത്താൻ പോകുന്നത്. കർത്താവ് താഴേക്ക് പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവരുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ കർത്താവ് അറിഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുകയാണ് അതിന്റെ 25-ാം വാക്യത്തിൽ, അവൻ അവരുടെ നിരൂപണം അറിഞ്ഞു, അവരോട് പറഞ്ഞു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. അതിന്റെ അർത്ഥം പിശാച് പിശാചിനോട് എതിരിടത്തില്ല. ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിക്കോ. പിശാച് പിശാചിനോട് എതിരിടുകയില്ല. ആമേൻ. കാരണം അതുകൊണ്ടാണ് സാത്താന്റെ സഭ ഇന്ന് ലോകത്തിൽ, ക്രിസ്തീയ സഭ യേശു ആരംഭിച്ചപ്പോൾ ഒറ്റ ചർച്ച്, ഒറ്റ രീതിയിൽ ക്രിസ്തുവിന്റെ കീഴിൽ ഒന്നായിരുന്നെങ്കിൽ ഇന്ന് അതിന് 33,000-ത്തിലധികം പീസുകളാക്കി മുറിച്ചപ്പോൾ, പിശാച് മുറിച്ചപ്പോൾ, സാത്താന്റെ സഭ ഇന്ന് ലോകം എല്ലായിടത്തും ഒരേ ഒരു ഡിനോമിനേഷനായി നിൽക്കുന്നതിന്റെ കാരണം
ഈ വചനത്തിന്റെ അവസ്ഥ സാത്താനോട് എതിരിടുന്നില്ല. പക്ഷെ ക്രിസ്തീയ സഭയുടെ കാര്യമോ നേരെ തിരിച്ച. അതുകൊണ്ടാണ് 33,000-ലധികം ഡിനോമിനേഷൻ ആയി പോയത്. ചിതറിപ്പിക്കുന്ന ശുശ്രൂഷ സഭയ്ക്കകത്ത് പിശാച് തന്റെ ആളുകൾ വഴി ചെയ്യുന്നത് കൊണ്ട് ഈ അറിവില്ലാത്ത ദൈവസ്നേഹമുള്ള പാവം ജനം ഇതൊന്നും അറിയാതെ ഈ വാക്കുകൾ കേട്ട് ഇതിന്റെ പുറകെ പോകുമ്പോൾ ദൈവപ്രവൃത്തിയല്ല അവിടെ നടക്കുന്നത്, ദൈവ ഇഷ്ടമല്ല അവിടെ നടക്കുന്നത്. പകരം പിശാചിന്റെ ഇഷ്ടം ദൈവസഭയിൽ നിറവേറാൻ ഇടയാകുന്നു. അതുകൊണ്ടാണ് അവരുടെ ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തീയ സഭകളെ കുറിച്ച് ഒരു ഭാരപ്പെടേണ്ട ആവശ്യവും ഇല്ല. കാരണം ഓൾറെഡി അവരെ നേടിക്കഴിഞ്ഞു. കാരണം ചർച്ചിന്റെ പർപ്പസ് പോലും അറിയാത്ത ചർച്ചുകളും വിശ്വാസികളുമാണ് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുന്നത്. വളരെ ചെറിയ ഏതെങ്കിലും ഒരു 5% അല്ലെങ്കിൽ അതിൽ താഴെയോ ദൈവദാസന്മാർക്ക് ചർച്ചിന്റെ പർപ്പസ് അറിയാവുന്നതെങ്കിലും ഉള്ളൂ. പലരോടും ചോദിക്കുമ്പോൾ ചർച്ചിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് സുവിശേഷീകരണമാണെന്ന് പറയുന്നത്. സുവിശേഷീകരണം ചർച്ചിന്റെ പർപ്പസ് അല്ല, അത് ചർച്ചിന്റെ പ്രവർത്തനമാണ്. അത് പ്രവർത്തനമാണ്, ചർച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ പർപ്പസ് എന്ന് പറയുന്നത് ഇത് ചെയ്തിട്ട് എന്ത് നിവർത്തിക്കാനാണ് ദൈവത്തിനുള്ളത്, അതാണ് പർപ്പസ്, ഉദ്ദേശം. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 DVD അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. നിങ്ങളെ കുറ്റം പറയാൻ ഒരു 10 പേരുണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മൂർച്ചയുള്ളതായി തീരത്തുള്ളൂ, കുറച്ചും കൂടി ഫലം പുറപ്പെടുന്നതായി തീരത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരെങ്കിലും കുറ്റം പറയുമ്പോ അയ്യോ വലിയ കൊടുങ്കാറ്റ് എനിക്ക് നേരെ വരുന്നു, ബ്രദർ ശ്രദ്ധിച്ചോളണം, വലിയ കൊടുങ്കാറ്റ് വരുന്നു. എന്നാൽ ആ ബ്രദർ ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ ആ ബ്രദർ പറയ കൊടുങ്കാറ്റ് വരുന്നു, നല്ല കാര്യ. എന്റെ അപ്പൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന് എന്നെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, എന്റെ അപ്പനെ ഉപമിച്ചിരിക്കുന്ന 2 മൃഗങ്ങൾ, ഒന്ന് സിംഹമുഖം, ഒന്ന് കഴുകുമുഖം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഏറ്റവും ഉയരത്തിൽ പറക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. ആ കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ കഴിയാവുന്ന ഒരേ ഒരു പക്ഷിയേ ഉള്ളൂ, അവനാണ് കഴുകൻ. എന്നെ കഴുകനോട് ദൈവം ഉപമിച്ചിരിക്കുന്നത്. കഴുകൻ കൊടുങ്കാറ്റ് കണ്ട് പേടിക്കത്തില്ല, പകരം കൊടുങ്കാറ്റ് വരുമ്പോൾ കഴുകൻ കൊടുങ്കാറ്റിന് ഉപയോഗിക്കുക. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ പറന്നു, എന്നാൽ കൊടുങ്കാറ്റ് നീ അവിടെ ഉണ്ടോ? ഇതാ ഞാൻ നിന്നിലേക്ക് ഇടിച്ചു കയറുകയാ. എന്തിനാണെന്നറിയാമോ? ഇന്നു മുതൽ എനിക്ക് പറക്കേണ്ട, പകരം കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോയിക്കൊള്ളു. ഞാൻ ഇതാ എന്റെ ചിറക് വിരിച്ചു നിൽക്കും. കൊടുങ്കാറ്റ് എന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ക്രിറ്റിസിസത്തെ നിങ്ങൾ ഭയപ്പെടരുത്, എതിർപ്പുകളെ നിങ്ങൾ ഭയപ്പെടരുത്. ശക്തമായി മുന്നേറുക. എന്റെ യേശുവിന് വേണ്ടി, നമ്മുടെ യേശുവിന് വേണ്ടി മുന്നേറുക. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്. എതിർപ്പുകളെ ഭയപ്പെടരുത്, അത് നമ്മളെ സഹായിക്കും. ലോകപ്രകാരം ചിന്തിക്കുന്നവൻ ചിന്തിക്കുക, ഓ ഇവനെതിരെ എതിർപ്പ് പറഞ്ഞാൽ ഇവൻ വീഴുമെന്ന്. ആ ചിന്ത വെറുതെയാ. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ഹല്ലേലൂയ. നിങ്ങൾ കടന്നുപോയ പ്രയാസമാണ് നിങ്ങൾ അറിയപ്പെടുവാൻ ഇടയാകുന്നത്. യേശുക്രിസ്തു കടന്നുപോയ ക്രൂശാണ് യേശുക്രിസ്തു അറിയപ്പെടാൻ ഇടയായത്. ദാവീദ് ഗോലിയാത്തിനെ തകർത്തതാണ് ദാവീദ് അറിയപ്പെടാൻ ഇടയായത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനിലൂടെ, പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാണ്. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. ആമേൻ. അതിന്റെ പേരാ വെളിപ്പാട്. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ
നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. ബൈബിൾ വിഷൻ. പലരോടും ചോദിക്കുമ്പോൾ ചർച്ചിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് സുവിശേഷീകരണമാണെന്നാണ് പറയുന്നത്. സുവിശേഷീകരണം ചർച്ചിന്റെ പർപ്പസ് അല്ല, അത് ചർച്ചിന്റെ പ്രവർത്തനമാണ്. അത് പ്രവർത്തനമാണ്, ചർച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ പർപ്പസ് എന്ന് പറയുന്നത് ഇത് ചെയ്തിട്ട് എന്ത് നിവർത്തിക്കാനാണ് ദൈവത്തിനുള്ളത്, അതാണ് പർപ്പസ്. ഉദ്ദേശം. ഉദ്ദേശത്തിന്റെ മുകളിലാണ് പ്ലാൻ, ആലോചന. അതിന്റെ മുകളിലാണ് പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് സുവിശേഷീകരണം, പർപ്പസ് അല്ല. സുവിശേഷീകരണം നടത്തിയതിനു ശേഷം ദൈവത്തിന് എന്താണ് ഇതിലൂടെ ചെയ്യാനുള്ളത്. ഇതുകൊണ്ടാണ് സദൃശ്യവാക്യം 19:21 പറയുന്നത്, there are many plans in human heart. മനുഷ്യന്റെ ഹൃദയത്തിൽ പല ആലോചനകളും ഉണ്ട്. but the purpose of God will prevail. ദൈവത്തിന്റെ ഉദ്ദേശമോ ആ ആലോചനകളെല്ലാം തോൽപ്പിക്കും, അതേ നടപ്പിലാകൂ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ടത്, തുടർന്ന് താഴേക്ക് കർത്താവ് പറയുന്ന രംഗമാണ്, ക്ഷമിക്കപ്പെടാത്ത പാപത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. പർപ്പസ് ഓഫ് ചർച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുവാനായിട്ട് ഇടയാകും. തുടർന്ന് കർത്താവ് യേശു പറയുന്ന രംഗം ഇതാണ്, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയത് പിശാചിനെ കൊണ്ടല്ല, ദൈവാത്മാവിനാലാണ്. അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് അത് വായിച്ചാട്ടെ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് സ്പഷ്ടം. അപ്പോ യേശു പറയുകയാണ്, പരീശന്മാര് പ്രസംഗിച്ച കാര്യം ഇതാണ്, ഈ വ്യക്തി ഇത് ചെയ്തത് പിശാചിനെ കൊണ്ടാണ്. യേശു തിരിച്ചു പറയുകയാണ്, ഞാൻ ദൈവാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്, സ്പഷ്ടം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദൈവരാജ്യം വന്നാൽ ഭൂതം പുറത്തു പോകും. ആമേൻ. ദൈവരാജ്യം വന്നില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് പ്രസംഗങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റാ. കർത്താവ് പറയുന്നു ഞാൻ ദൈവാത്മാവിനാലാണ് പുറത്താക്കിയത്, എന്നാൽ അന്നത്തെ ദേവദാസന്മാർ പറയുന്നു അല്ല, പിശാചിനാലാണ് പുറത്താക്കിയത്. അപ്പോ ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ ഈ പരീശന്മാർ അല്ലെങ്കിൽ ഈ ദൈവദാസന്മാർ പിശാചിന്റെ പ്രവൃത്തിയാക്കി മാറ്റി. ശ്രദ്ധിച്ചോളുക, അപകടം. അപകടം. വളരെ സൂക്ഷിച്ച് ഡിസൈൻ ചെയ്യേണ്ട കാര്യമാണ്. അറിവില്ല എങ്കിൽ നാം മിണ്ടാതിരിക്കണം. അറിവില്ല എങ്കിൽ നാം മിണ്ടാതിരിക്കണം. അല്ല എങ്കിൽ ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന നാം തേടണം. ഉടനെ കർത്താവ് ഇതിനെ തിരിച്ചു പറയുന്ന വാക്കാണ് ഇവിടെ പറയുന്നത്. അതിന്റെ 30-ാം വാക്യം പറയുകയാണ്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. പ്രതികൂലം ആകുന്നു. പിന്നെ എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ഇപ്പോ ഈ പരീശന്മാർ എന്താ ചെയ്യണേ? ഈ ജനത്തെ ദൈവത്തിനോട്, ക്രിസ്തുവിനോട് ചേർക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ചേർക്കുന്നില്ല. പിന്നെ എന്ത് ശുശ്രൂഷ നടത്തുന്നേ? ചിതറിക്കുന്ന ശുശ്രൂഷ. ചിതറിക്കുന്ന ശുശ്രൂഷ അവർ ചെയ്യണേ. ജനത്തെ ആ ദൈവിക പ്രവൃത്തിയിലേക്ക്, ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിലുള്ള വളർച്ചയിലേക്ക് ജനത്തെ അടുപ്പിക്കാതെ ചിതറിപ്പിക്കുന്ന ശുശ്രൂഷ. ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തെ ചിതറിപ്പിക്കുക. കർത്താവ് അവർക്കും കൊടുക്കുകയാണ് ഒരു വാഗ്ദത്തം. ദയവ് ചെയ്ത് ഈ വാഗ്ദത്തം പ്രാപിക്കരുത്. കാരണം ഇത് പ്രാപിച്ചാൽ പിന്നെ യേശുവിന്റെ രക്തത്തിനോ, കർത്താവ് യേശു തന്നെ പറയുകയാണ്, എല്ലാ പാപത്തിൽ നിങ്ങൾക്ക് ക്ഷമ കിട്ടും. പക്ഷേ ഈ ഒരു പാപത്തിൽ വീണാൽ നിങ്ങൾക്ക് ക്ഷമയില്ല. വായിച്ച് അവർക്കുള്ള വാഗ്ദത്തം അതിന്റെ 34-ാം വാക്യം
ചിതറിക്കുന്നവർക്കുള്ള വാഗ്ദത്വം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ പിശാചിന്റെ പ്രവൃത്തിയാക്കി പ്രതിനിധീകരിച്ചുവാനുള്ള വാഗ്ദത്വം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. സകല പാപവും യേശുവിന്റെ രക്തം സകല പാപങ്ങളെ നീക്കി ശുചീകരിക്കും. അതേ യേശു പറയുകയാണ്, സകല പാപവും ദൂഷണവും ക്ഷമിക്കും, മനുഷ്യരോട് ക്ഷമിക്കും. പിന്നെ ആത്മാവിന് നേരെയുള്ള ദൂഷണമോ, ദൈവ ആത്മാവിന് നേരെ ഉള്ള ദൂഷണമോ. എന്താണ് ആ ദൂഷണം? ദൈവ ആത്മാവിന്റെ പ്രവൃത്തി ഇപ്പൊ പിശാചിന്റെ പ്രവൃത്തിയാക്കി ചിത്രീകരിച്ച് ജനത്തെ അങ്ങ് പറഞ്ഞ് ധരിപ്പിച്ചു. അതെ, മനസ്സിലാവുന്നുണ്ടോ? ചിതറിപ്പിക്കുന്ന ശുശ്രൂഷ. ദൈവത്തെ കർത്താവ്, സാക്ഷാ കർത്താവ്, ഡോണ്ട് ബിലീവ് മീ, ബിലീവ് ദ വേർഡ് ഓഫ് ഗാഡ് വിച്ച് ഇസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം എടുക്കുക, വായിക്കുക, മനസ്സിലാക്കുക. ആമേൻ. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവാത്മാവിന്, പരിശുദ്ധാത്മാവിന് എതിരെ പറഞ്ഞാലോ, വായിച്ചേ, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആ ആത്മാവിന് നേരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. താഴേക്ക് വായിച്ചേ. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ, ആരെങ്കിലും മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ, ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഇതാര് പറഞ്ഞതാ? ഷാജി ബ്രദർ പറഞ്ഞതാണോ? നിങ്ങൾക്കറിയാം. അല്ല അല്ലേ? അല്ല അല്ലേ? നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് നോക്കിയേ. അങ്ങനെ തന്നെയാണല്ലേ? പ്രിയരെ, ഈ വാഗ്ദത്തം പ്രാപിക്കരുത്. എത്രയോ നല്ല നല്ല വാഗ്ദത്തങ്ങളാണ് കിടക്കുന്നത്. അതെ, നല്ല വാഗ്ദത്തങ്ങൾ പ്രാപിക്കുക. യേശുവിന്റെ ദിവ്യ സ്വഭാവം നമ്മളിലൂടെ കടന്നു വരട്ടെ. ആരെങ്കിലും ഇതിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ അവരോട് പറയണം, പ്രിയ സ്നേഹിത, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതിലേക്ക് കടന്നു പോകരുതേ എന്ന് പറഞ്ഞ് അവരെയും കൂടി പിന്തിരിപ്പിക്കണം. ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ വേദന ജനിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവഹിത പ്രകാരമുള്ള വേദന അത് മാനസാന്തരത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, ഞാനത് അറിഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ആദ്യമായിട്ട് അറിയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെയും നമുക്ക് പ്രത്യാശയുണ്ട്. അറിവില്ലാത്ത കാലത്ത് ഉള്ള നമ്മുടെ തെറ്റുകൾ ദൈവം കണക്കിലിടുന്നില്ല. ഏമേ. ഇവിടെ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു, ഇനിയും നിങ്ങൾ ആ തെറ്റിലേക്ക് കടന്നു പോകാനിടയാകരുത്. ക്ഷമിക്കപ്പെടാത്ത പാപം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആരെങ്കിലും സഹോദരനെതിരെ പാപം ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ക്ഷമിക്കപ്പെടാത്ത പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ പറയുന്നില്ല. അതെ, പ്രിയരെ, ഇപ്പോ അറിവില്ലാത്ത കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കർത്താവോട് പറയും, കർത്താവ്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, ഞാൻ ഒരിക്കലും അഭിഷിക്തന്മാർക്ക് നേരെ, അങ്ങയുടെ ആത്മാവിന് നേരെ എൻ്റെ വായ ഞാൻ പൊക്കത്തില്ല. പകരം ഞാൻ എന്നെ ചിതറിപ്പിക്കുന്ന ശുശ്രൂഷയല്ല, ഞാൻ പണിയുന്ന ശുശ്രൂഷ, യേശുവിനെ പോലെ അറുക്കുന്ന ശുശ്രൂഷയല്ല, ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ഞാൻ ചെയ്യും. ഞാനൊരു ദൈവദാസനാണ്, ഞാനൊരു ദൈവദാസിയാണ്, ഞാനൊരു ചർച്ചിലെ വിശ്വാസിയാണ്. ഇനി ഞാൻ ചിതറിപ്പിക്കുന്ന ശുശ്രൂഷയല്ല, ഞാൻ പണിയുന്ന ശുശ്രൂഷ, ജീവൻ കൊടുക്കുന്ന ശുശ്രൂഷ. കള്ളം വരുന്ന അറുക്കാനാ, മുടിക്കാനാ, നശിപ്പിക്കാനാ. ഞാൻ കള്ളന്റെ ആളല്ല, ഞാൻ അറുക്കേണ്ട ആളല്ല, ഞാൻ മുടിക്കേണ്ട ആളല്ല, ഞാൻ പണിയേണ്ട ആളാണ്. നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ നല്ല പിതാവ്, ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൊ അങ്ങയുടെ വാക്തത്വത്തിന്റെ കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അറിവില്ലാത്ത കാലത്ത് അതെ ചെയ്തത് അങ്ങ് ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അങ്ങയുടെ മക്കള് ഇപ്പോൾ അങ്ങയുടെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവ് യഥാർത്ഥ മാനസാന്തരത്തോടെ, അതെ, എനിക്ക് അറിവില്ലായിരുന്നു നാഥാ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കരയുന്നുവെങ്കിൽ അങ്ങ് ക്ഷമിക്കണമേ
എന്നാടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ കർത്താവേ. കർത്താവേ, എല്ലാവരും രൂപാന്തരപ്പെടുത്തി. അങ്ങ് സ്നേഹത്തിന്റെ ദൈവമല്ലോ കർത്താവേ, അതെ കർത്താവേ. അങ്ങ് സ്നേഹത്തിന്റെ ദൈവമല്ലോ. ആമേൻ യേശുവേ. അങ്ങ് സഹായിക്കണമേ. ആമേൻ യേശുവേ. പരിശുദ്ധാത്മാവ് ഇതിന്റെ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ അങ്ങ് അവരുടെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. അതെ. അങ്ങ് ക്ഷമിച്ചതിന്റെ ഉറപ്പായിട്ട് അങ്ങ് അവരുടെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. ആമേൻ കർത്താവേ. അവരെ വിട്ടുവീഴ്ചെടുക്കണമേ കർത്താവേ. തുടർന്നുള്ള നാളുകളിൽ ചിതറിക്കുന്ന ശുശ്രൂഷയല്ല, ക്രിസ്തുവിന്റെ ജീവൻ കൊടുക്കുന്ന ശുശ്രൂഷ ആമേൻ. ഈ മക്കളിലൂടെ, ഈ ദിവ്യദാസന്മാരുടെ ദാസിമാരിലൂടെ കടന്നു വരുവാൻ Yes. അങ്ങ് സഹായിക്കണമേ കർത്താവേ. Jesus. ഇവരെ അനുഗ്രഹിച്ചടികൾ പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ പാപങ്ങൾ കർത്താവ് യേശു ക്ഷമിച്ചു കഴിഞ്ഞാൽ, അകൃത്യങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ രോഗങ്ങൾ സൗഖ്യമാകുന്നു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ നേരെ പോരാടുന്ന എല്ലാ രോഗങ്ങളെയും രോഗശക്തികളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. വേദനകൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, ആ ദുരിതങ്ങൾ വിട്ടുമാറട്ടെ. വലിയ വിടുതലുകൾ ഈ ജനത്തിന് മേൽ സംഭവിക്കാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ ചെയ്താട്ടെ. ആ വേദനകൾ ഇപ്പോൾ അവിടെ ഇല്ല, രോഗങ്ങൾ ഇപ്പോൾ അവിടെ ഇല്ല. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി. കിടക്കൽ കിടക്കുന്ന പ്രിയ സഹോദര, ചാടി എഴുന്നേറ്റാട്ടെ. കർത്താവ് നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കർത്താവ് യേശു രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, യേശു രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ അനുസരിച്ച് അവൻ്റെ വഴികളിൽ ജീവിക്കുന്നതാണ് സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യത. നിരന്തരമായ മാനസാന്തരം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുക. കർത്താവ്, ഞാൻ പാപി, എന്നോട് ക്ഷമിക്കണമേ. തുടർന്ന് പാപ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിന് പ്രകാരം ജീവിക്കുക. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ചേർന്ന് ചെറിയ പ്രാർത്ഥന വാചകം ഏറ്റുചൊല്ലിയാട്ടെ. പ്രിയ യേശുവേ, അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാപിയായൊരു മനുഷ്യൻ. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് രാജാവായി, എൻ്റെ കർത്താവായി കടന്നു വരണമേ. നിത്യസ്വർഗത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. നിങ്ങൾ ചെറിയ പ്രാർത്ഥനാ വാചകം ഏറ്റു ചൊല്ലിയപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുക. ഇത് നിങ്ങളുടെ ദേശത്ത് ദൈവവചന അടിസ്ഥാനം നിൽക്കുന്ന ഒരു ചർച്ചിൽ കടന്നുപോവുകയും ദൈവവചനം കേട്ട് അനുസരിച്ച് അവിടെയുള്ള ദൈവദാസന്മാർക്ക് ദൈവഹിതപ്രകാരം കീഴടങ്ങിയിരുന്ന് ദൈവവേല ചെയ്ത് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ മറ്റൊരു ജനത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരവുമായി നമുക്ക് പരസ്പരം കാണാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആത്മാവിൽ പണിതെടുക്കുവാനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, മാനിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.